പാവമാണ്. അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവളെ വേദനിപ്പിക്കരുത്. എനിക്കറിയാം പ്രമീളെ, അവൾ വേദനിക്കുന്നുണ്ടെന്ന്. ഞാൻ നഷ്ടപ്പെടുത്തിയ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനെല്ലാം മറന്നുപോകും. സ്വർണ്ണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ നീ ആ വീട്ടിൽ കഴിയുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എന്ന ചിന്ത എന്നെ അതിലേറെ വിഷമിപ്പിക്കുന്നു. ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ നീയാണ്. ആ മനസ്സുകൊണ്ട് എനിക്ക് അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ പ്രമീള. മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാനിന്നലെ അയാളുടെ ഭാര്യയാണ്. സ്വർണ്ണക്കൂട്ടിലല്ല, ശരപഞ്ചരത്തിലായാലും ഞാൻ അവിടെ ജീവിക്കേണ്ടവളാണ്. എന്റെ വേദന ഞാൻ അനുഭവിച്ചോളാം. അതിനെനിക്കൊരു പങ്കുകാരന്റെ ആവശ്യമില്ല. പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി എന്റെ അടുത്തേക്ക് വരരുത്. അമ്മണിയോ? അമ്മണിക്ക് സുഖമില്ലാന്ന് പറഞ്ഞു. പ്രമീള അങ്ങോട്ട് വന്നില്ലേ? എന്താ അമ്മണി, കാര്യം പറയൂ. ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇനി ജീവിക്കില്ല. അതിന് മാത്രം എന്തുണ്ടായി? എന്താ അമ്മണി, തുറന്ന് പറയൂ. ബാലേട്ടൻ ഒരു കാമുകയുണ്ട്. കാമുകയോ? അതെ, അവർ തമ്മിൽ നേരത്തെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വീണ്ടും കണ്ടുമുട്ടി. അവളിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. പലപ്പോഴും ബാലേട്ടൻ അവളെ കാണാറുണ്ട്. ബാലേട്ടന്റെ മനസ്സ് നിറയെ ഇപ്പൊ അവളാ. ഇങ്ങനെ എനിക്കിനി മുമ്പോട്ട് പോകാനൊക്കില്ല. അവിടുന്ന് തന്നെ അടിച്ചിറക്കുന്നതിന് മുൻപ് എനിക്ക് അവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് വിവാഹമോചനം വേണം. സാറേ, കൊച്ചമ്മ തന്നതാ. നിങ്ങളുടെ മനസ്സ് നിറയെ ആരാണെന്ന് ഞാൻ അറിഞ്ഞു. ഇതുവരെ എന്നോട് നിങ്ങൾ സ്നേഹം അഭിനയിക്കുകയായിരുന്നു. ഇനി ഈ നാടകം എന്നോട് വേണ്ട. അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോ. നിങ്ങളുടെ വെപ്പാട്ടിയോടുകൂടിയുള്ള താമസം എനിക്ക് വേണ്ട. ഞാൻ പോകുന്നു. ഹലോ ബാലേന്ദ്രൻ, എന്റെ വീട്ടിലേക്ക് ഉടനെ ഒന്ന് വരൂ. ശരി സർ.